2026 ഫെബ്രുവരി 21 UN തൃശ്ശൂരിൽ സമരം നടത്തിയപ്പോൾ ചില മാനേജർ പറഞ്ഞു, രാവിലെ വന്ന് വൈകിട്ട് പോയാൽ എണീറ്റ് പോയി, പിന്നീട് ഇവർക്ക് ശക്തി കാണിക്കണമെങ്കിൽ മാസങ്ങളെടുക്കുമെന്ന് പറഞ്ഞവരോട് ഞങ്ങൾ പറയുന്നു, തിരുവനന്തപുരം ജില്ലയിൽ ഈ സെക്രട്ടേറിയറ്റിലേക്ക് നിങ്ങൾ വന്നാൽ ഞങ്ങളുടെ കരുത്ത് കാണാമെന്ന്. 5 വർഷമായി ഞങ്ങൾ ഒരു മുദ്രാവാക്യം ഉയർത്തുന്നു. ഷിബു ബേബി സാറിന് കൃത്യമായിട്ട് അറിയാം. കാരണം അദ്ദേഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മിനിമം വേജസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന തൊഴിൽ വകുപ്പ് മന്ത്രി. 2011 UN ഉണ്ടായപ്പോ 2009 മിനിമം വേജ് അദ്ദേഹം നടപ്പിലാക്കി. 2013 ഒരു വർഷം കൊണ്ട് ഒരു മിനിമം വേജ് നടപ്പിലാക്കി തന്നു. 2016 അന്ന് അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തീകരിക്കും മുമ്പ് മറ്റൊരു ശമ്പള പരിഷ്കരണത്തിനുള്ള ഉത്തരവിട്ടിട്ടാണ് അദ്ദേഹം പടിയിറങ്ങിയത്. ആ സമരം 2 വർഷം നമ്മൾ നടത്തിയിട്ടാണ് 2018 ഏപ്രിൽ 23 നാം സമരം നടത്തിയതിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു മിനിമം വേജ് അർദ്ധരാത്രി ഇറക്കിയിട്ടുള്ളൂ. അത് നഴ്സുമാരുടെ ആരോഗ്യ പ്രവർത്തന ശമ്പള പരിഷ്കരണമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എങ്ങനെയാണ് നമുക്ക് അന്നും കിട്ടിയത്? അന്ന് നമ്മൾ ലോങ് മാർച്ച് പ്രഖ്യാപിച്ചു. അന്ന് സമരം നടക്കുന്ന KVM ആശുപത്രിക്ക് മുന്നിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് നമ്മൾ നടക്കാൻ തീരുമാനിച്ചപ്പോഴാണ് 2018 ഏപ്രിൽ 23 രാത്രി 11:50 സർക്കാർ ഉത്തരവിറക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 28 ലക്ഷം വരുന്ന മലയാളി നഴ്സുമാരുടെ ഇന്ത്യ മഹാരാജ്യത്ത് 36 രാജ്യങ്ങളിൽ സംഘടനയ്ക്ക് സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇതെന്ന് 5 പേരിലാണ് ഞങ്ങൾ തുടങ്ങിയതെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഇവിടെ ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കെൽപ്പ് കേരളത്തിലെ നഴ്സിംഗ് കുടുംബങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്തവണ നമ്മളെ സഹായിച്ചവർക്കല്ലാതെ നാം ഇത്തവണ വോട്ട് കുത്തരുത്. ഒരു സാധാരണക്കാരന് വിലയുള്ള ഒരേ ഒരു കാലഘട്ടം ഇലക്ഷൻ സമയത്താണ്. നിങ്ങൾ കണ്ടില്ല, ആരോഗ്യമന്ത്രി നാടുനീളെ പ്രഖ്യാപിക്കുന്നു, സ്വകാര്യ ആശുപത്രികളിൽ വൻകിട നിക്ഷേപങ്ങൾ വരുന്നു, കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ വരുന്നു. ആംബുലൻസ് ഡ്രൈവർമാർക്ക് വരും ഒരു പേഷ്യന്റിനെ കൊടുത്താൽ 10,000 രൂപ കൊടുക്കുന്നു. ആരോഗ്യമന്ത്രി പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. അതേ ആരോഗ്യമന്ത്രി ഇവിടെ സ്വകാര്യ ആശുപത്രിയുടെ നഴ്സുമാർ പണിമുടക്കിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോ നിശാഗന്ധി ഓഡിറ്റോറിയം ടൂറിസം വകുപ്പ് അനുവദിക്കുമ്പോ അത് മുടക്കാമെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരളത്തിലെ പത്തനംതിട്ടയിലെ ആറന്മുളയിലെ നഴ്സുമാരുടെ ശക്തി എന്താണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യമന്ത്രി തിരിച്ചറിയും. അപ്പോ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് ആരോട് യുദ്ധത്തിന് പോകണമെന്ന് ആഗ്രഹമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2016 സുപ്രീം കോടതി പറഞ്ഞ, 2016 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി പറഞ്ഞ 40,000 രൂപ ശമ്പളം എന്നുള്ളത് 1,333 രൂപ ശമ്പളം. എന്നോട് ഇപ്പൊ ഷിബു സാർ ചോദിച്ചു, ഇപ്പോഴും നിങ്ങൾക്കത് നടപ്പിലായില്ലെന്ന്. കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും പറഞ്ഞിട്ടും കേൾക്കാത്ത 2023 ബഹുമാനപ്പെട്ട ഹൈക്കോടതി 3 മാസം കൊണ്ട് ശമ്പളം പരിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ടും അത് നടപ്പിലാക്കാത്ത ഈ സർക്കാരിന് ആരോടാണ് കൂറ്? സ്വകാര്യ മേഖലയിൽ കോടികൾ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, അവർ ആരോഗ്യ മേഖലയിൽ കൊള്ളയടിക്കുന്നു എന്ന് പറയുന്ന അതേ ആളുകൾ അവർക്ക് വേണ്ടി അവരുമായി ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു ചർച്ചയ്ക്ക് പോലും നമ്മളെ വിളിക്കാനുള്ള സാമാന്യ മര്യാദ ഈ പറയുന്ന സർക്കാർ കാണിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നു, മുന്നറിയിപ്പാണിത്. ഇന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുമെന്ന് ആരും കരുതേണ്ടതില്ല എന്നുള്ളത് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാലോ, ഇന്ന് ആശുപത്രിയിൽ ഒരു സംഘടന എത്ര കഷ്ടപ്പെട്ടാണ് അങ്ങോട്ട് നഴ്സുമാരെ കൊടുത്തതെന്ന്. ഞങ്ങൾ പറയുന്നു, നാളെ കേരളത്തിൽ ആരോഗ്യ മേഖല സ്തംഭിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്താൽ വെന്റിലേറ്റർ പോയി ആരോഗ്യമന്ത്രി രോഗികളെ പരിചരിക്കേണ്ടി വരും എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.